ാണ് കൊച്ചിയിൽ വൻ സെക്സ് റാക്കറ്റ്. ബംഗ്ലാദേശിൽ നിന്നുള്ള 20-കാരിയെ എളമക്കരയിലെ പെൺവാണിഭ സംഘം 20-ലേറെ പേർക്ക് കൈമാറി. കഴിഞ്ഞയാഴ്ച ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലെത്തിച്ചാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ 2 സ്ത്രീകളടക്കം 3 പേർ പിടിയിലായി. കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം നടക്കുകയാണ്. വിവരങ്ങളുമായി അലി അക്ബർ ഷാ നമുക്കൊപ്പം എത്തുന്നു. അലി അക്ബർ ഷാ, ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. എന്തൊക്കെയാണ് ഈ സംഭവത്തെക്കുറിച്ച് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, ഏറെ ഞെട്ടിക്കുന്ന സംഭവമാണ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. എളമക്കര പോലീസാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. 12 വയസ്സിൽ ഇന്ത്യയിലെത്തിയ ഒരു ബംഗ്ലാദേശ് സ്വദേശിനിയാണ് പല സ്ഥലങ്ങളിലായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നത്. ഇത് കൊൽക്കത്ത ഉൾപ്പെടെയുള്ള ഡൽഹി ഉൾപ്പെടെയുള്ള പല നഗരങ്ങളിലൂടെ പല സ്ഥലങ്ങളിലായി ഇവർ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 12ാം വയസ്സിൽ ബന്ധുവിനൊപ്പമാണ് ഈ ബംഗ്ലാദേശ് സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടി ഇന്ത്യയിലെത്തുന്നത്. അതിനുശേഷം 8 വർഷത്തിനിടെ പല സ്ഥലങ്ങളിലായി ക്രൂര ബലാത്സംഗ പീഡനത്തിനിരയായി എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇപ്പോൾ ഇവർക്ക് 20 വയസ്സായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത്. 3 പേരാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളത്. 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 പേരാണ്. സെറീന, ജോഗിത എന്നീ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 ആളാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എളമക്കരയിലാണ് ഇവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 3 പേരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എളമക്കര സ്റ്റേഷനിൽ പ്രതികളില്ല. കമ്മീഷണർ ഓഫീസിലും മറ്റോ ഈ ചോദ്യം ചെയ്യൽ നടക്കുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുമില്ല. ഇതിൽ വിപിൻ എന്ന് പറയുന്ന ഒരാൾ കൂടി നിലവിൽ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വിവരവും ഏറ്റവും പുതിയതായി ലഭിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും തന്നെ ഒരു ഔദ്യോഗിക ഭാഷയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ 2 സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ അവസാനം ലഭിച്ച വിവരമനുസരിച്ച് 4 പേർ, വിപിൻ എന്നൊരാൾ ഉൾപ്പെടെ 4 പേർ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ.